إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون يبشرهم ربهم برحمة منه ورضوان وجنات لهم فيها نعيم مقيم خالدين فيها أبدا إن الله عنده أجر عظيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഓർമ്മ ജീവിതത്തിലുടനീളം നിലനിർത്തുകയും അവൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥാവിധി മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്നും മരണം വരെ ഈമാനും തഖ്വയും നിലനിർത്താനുള്ള പരിശ്രമം സജീവമായി തന്നെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അതിന് സഹായിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമുക്കിഷ്ടപ്പെട്ട പലതും വേണ്ടാന്ന് വെച്ചവരാണ് നമ്മളെ കൂട്ടത്തിൽ പലരും. പലതും നമ്മൾ ത്യജിച്ചിട്ടുണ്ട്, മാറ്റിവെച്ചിട്ടുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു. മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ നമുക്കിഷ്ടമുള്ള, താല്പര്യമുള്ള പലതും നമ്മൾ വേണ്ടാന്ന് വെച്ചു. വീട്ടിലെ ഒരാൾക്ക് ഒരു ഭക്ഷണ നിയന്ത്രണം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളും ആ ഭക്ഷണം ഉപേക്ഷിക്കും. ദീർഘകാലം സ്വന്തം മക്കളെയും ഭാര്യയെയും കാണാതെ ഒരുപാട് കാലം വിദേശത്ത് പ്രവാസ ജീവിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയുള്ള കല്യാണങ്ങളും സൽക്കാരങ്ങളും യാത്രയും ചങ്ങാതിമാരും കൂട്ടുകെട്ടും പലതും ത്യജിച്ചവരാണ്, വേണ്ടാന്ന് വെച്ചതാണ്. ജീവിതത്തിലെ പല സുഖങ്ങളും നമ്മൾ വേണ്ടാന്ന് വെച്ചു. പലരും ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാൻ മറന്നുപോയവരാണ്. ഒരു നല്ല വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും പലരും
അതൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ത്യജിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചത്. എന്തിനായിരുന്നു? നമുക്ക് പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനും അവരുടെ സന്തോഷങ്ങൾ കാണാനും വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നുപോയത് നമ്മളെ തന്നെയാണ്. നമുക്ക് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ സ്വന്തത്തിന് വേണ്ടി നമ്മൾ വല്ലതും മാറ്റിവെച്ചിട്ടുണ്ടോ പരിശോധിക്കണം. അള്ളാഹുവിന് വേണ്ടി, നമ്മളെ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി നമ്മൾ എന്താ മാറ്റിവെച്ചത്? പലപ്പോഴും നമ്മൾ പരാതി പറയും. മനുഷ്യൻ പൊതുവെ വല്ലാതെ കണക്ക് നോക്കുന്നവനാണ്. കണക്ക് നോക്കുകയും കണക്ക് പറയുകയും ചെയ്യും. 10 മാസം ഗർഭം ചുമന്ന കണക്ക് ആദ്യമായി പറഞ്ഞത് ഉമ്മയാണ്. പോറ്റിയതും വളർത്തിയതിന് വേണ്ടി കഷ്ടപ്പെട്ടതുമൊക്കെ പറഞ്ഞത് സ്വന്തം പിതാവാണ്. ചെറുപ്പത്തിലെ വാപ്പ മരിച്ചപ്പോ ഉമ്മാനെയും പെങ്ങന്മാരെയും നോക്കാൻ വേണ്ടി പഠനം ഉപേക്ഷിച്ച് ഒരുപാട് ത്യാഗം ചെയ്ത കഥകൾ പറഞ്ഞത് ആങ്ങളമാരാണ്, സഹോദരന്മാരാണ്. അങ്ങനെ പലരും കണക്ക് പറഞ്ഞു, പരാതി പറഞ്ഞു, പരിഭവങ്ങൾ പറഞ്ഞു, കൊടുത്തതൊന്നും കിട്ടിയില്ല എന്ന സങ്കടം പറഞ്ഞു. ഞാൻ എൻ്റെ യുവത്വം ഇന്നവർക്ക് വേണ്ടി മാറ്റിവെച്ചു, എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചു, എന്നിട്ട് എനിക്കൊന്നും തിരിച്ചു കിട്ടിയില്ല എന്ന പരാതി പൊതുവെ നമ്മൾ പറയുന്നു. എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചെയ്തതൊക്കെയും, ത്യജിച്ചത് മുഴുവനും, മാറ്റിവെച്ചതൊക്കെയും റബ്ബിന് വേണ്ടിയാണെങ്കിൽ, റബ്ബിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അള്ളാഹു ഖൈറായത് തിരിച്ചു തരും. ഒരുപക്ഷെ നമുക്കത് തിരിച്ചു കിട്ടണമെന്നില്ല. കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ മക്കളിൽ നിന്ന് ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല, കുടുംബത്തിൽ നിന്ന് കിട്ടണമെന്നില്ല. ഇവിടെയുള്ള ഒരാളിൽ നിന്നും ഒരു നല്ല വാക്കുപോലും നമുക്ക് ലഭിക്കണമെന്നില്ല. പക്ഷെ നമ്മളൊക്കെയും ത്യജിച്ചത് അള്ളാഹ്ക്ക് വേണ്ടി ആയിരുന്നെങ്കിലോ നമുക്കൊരിക്കലും നിരാശയുള്ള വാക്ക് പറയേണ്ടി വരുമായിരുന്നില്ല, സങ്കടം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല, പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കണ്ണു നിറച്ച് കരയേണ്ടി വരുമായിരുന്നില്ല. എന്തിനാണ് ഒരു ഉമ്മ കുട്ടിക്ക് മുല കൊടുത്തത്, ഗർഭം ചുമന്നത്? വലിൽ വാലിദാത്തു യുർളഇന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. അള്ളാന്റെ കൽപ്പനയാണ്. ഉമ്മമാർ കുട്ടികൾക്ക് 2 കൊല്ലം പൂർണ്ണമായി മുല കൊടുക്കണമെന്ന് അള്ളാഹ് ഖുർആനിൽ കൽപ്പിച്ചതാ, റബ്ബ് പറഞ്ഞതാ. ആ റബ്ബിന്റെ കൽപ്പനയാണ് അംഗീകരിച്ചത്. മക്കൾക്ക് തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് വാപ്പാര് പറയരുതെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. പിന്നെ എന്തിനു നമ്മൾ പറഞ്ഞു? എന്തിനു നമ്മൾ സങ്കടപ്പെട്ടു? അള്ളാഹു പറഞ്ഞു, ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാക് നഹ്നു നർസുഖുഹും വഇയ്യാകും. ദാരിദ്ര്യം എന്ന് പട്ടിണി പേടിച്ച് കുട്ടികളെ കൊല്ലല്ലേ, നശിപ്പിക്കല്ലേ. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. നമുക്ക് തിന്നാൻ തന്നത് പടച്ചോനാ, നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ നമ്മളെ കയ്യിൽ തന്നതും പടച്ചോനാ. പിന്നെ നമ്മളെന്തിനാ അതിന്റെ കണക്ക് പറയണത്? പറയാൻ പാടില്ല. അള്ളാഹ് പറ. അപ്പൊ റബ്ബിന് വേണ്ടി ത്യജിച്ചിരുന്നുവെങ്കിൽ, റബ്ബിന് വേണ്ടി ആ നിയ്യത്തോടുകൂടി നമ്മൾ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു. മൻ തറക ശൈഅൻ ലില്ലാഹി അവദഹുല്ലാഹു ഖൈറൻ മിൻഹു. ആരെങ്കിലും ഒരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചാൽ അവദഹുല്ലാഹു ഖൈറൻ മിൻഹു, അള്ളാഹു അതിനേക്കാൾ ഖൈറായത് തരും, പകരം നൽകും. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല ഇല്ലാ ബദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറൻ ലക മിൻഹു. തീർച്ചയായും നീ അള്ളാഹ്ക്ക് വേണ്ടി എന്തൊരു കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ടോ അള്ളാഹു തആല അതിനേക്കാൾ ഖൈറായത് നിനക്ക് പകരം നൽകാതിരിക്കുകയില്ല. എവിടൊക്കെ? ഇഹലോകത്ത് നൽകാം, അത് പരലോകത്തേക്ക് മാറ്റിവെക്കാം. ഇഹലോകത്തും പരലോകത്തും 2 സ്ഥലത്തും ഒരേപോലെ നൽകാം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വളരെ പ്രസക്തമാണ് ആ വാക്ക്. അൽ ഉൻസു ബില്ലാഹി വ മഹബ്ബതിഹി
വതുഅ്മിനീനത്തിൽ ഖൽബി ബിഹി വഖുവ്വതിഹി വനശാതിഹി വഫറഹിഹി വറില്ലാഹു അൻ റബ്ബിഹി വതആല. എന്തൊക്കെയാണ് അള്ളാഹ്ക്ക് വേണ്ടി ത്യജിച്ചത്, ഉപേക്ഷിച്ചത്, ജീവിതത്തിൽ വേണ്ടാന്ന് വെച്ചത്? അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ നിനക്ക് ചില കാര്യങ്ങളെ കിട്ടും. എന്താണ്? അൽ ഉൻസു ബില്ലാ, അള്ളാഹുമായിട്ടൊരു അടുപ്പ് നിനക്ക് കിട്ടും. വമഹബ്ബത്തിഹി, സ്നേഹം കിട്ടും റബ്ബിന്റെ. വതുഅ്മിനീനത്തിൽ ഖൽബി ബിഹി, ഹൃദയത്തിന്റെ ശാന്തത കിട്ടും. വഖുവ്വത്തിഹി, ശക്തി കിട്ടും. വനശാതിഹി, ഉന്മേഷം കിട്ടും. വഫറഹി, സന്തോഷം കിട്ടും. വറില്ലാഹു അൻ റബ്ബിഹി വതആല, ഉന്നതനായ റബ്ബിനോടുള്ള വല്ലാത്ത തൃപ്തിയും കിട്ടും. ഒരിക്കലും ശക്തി ക്ഷയിച്ചു പോകൂല, സന്തോഷം ഇല്ലാതാവൂല, ഒരിക്കലും ഉന്മേഷം ഇല്ലാതാവൂല. നീ ത്യജിച്ചതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ, മക്കൾക്ക് അന്നം കൊടുത്തത്, വാപ്പാനെ ഉമ്മാനെ നോക്കിയത്, ഭാര്യയെ സംരക്ഷിച്ചത്, കൂട്ടുകാർക്ക് വേണ്ടി സമയം ചിലവഴിച്ചത് ഒക്കെയും അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വേവലാതി പറഞ്ഞ് നിനക്ക് വിഷമിക്കേണ്ടി വരുമായിരുന്നില്ല. അള്ളാഹുവിന് വേണ്ടി ത്യജിച്ചപ്പോൾ ഖൈറായത് പലതും നൽകിയ ഉദാഹരണം ഖുർആനിലെമ്പാടും കാണാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യാത്ര ചെയ്യാൻ അള്ളാഹു ആദ്യം നൽകിയത് കുതിരകളെയാണ്. അള്ളാഹു തആല കുതിരകളുടെ ചില ലക്ഷണങ്ങൾ വരെ അള്ളാഹ് പറയുന്നുണ്ട്. ഇത് അലൈഹി ബിൽ അശിയ്യി സാഫിനാത്തിൽ ജിയാദ് ഫഖാല ഇന്നി അഹബ്ബതു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി. കാലുകൾ ഉയർന്നു നിൽക്കുന്ന മേത്തരം കുതിരകളെ അള്ളാഹു തആല പ്രദർശിപ്പിച്ചു സുലൈമാൻ നബിക്ക്. ആലോചിക്കണം നമ്മൾ, മേത്തരം കുതിരകൾ കാലുയർത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യത്തെ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ശത്രു സൈന്യത്തിന്റെ വെട്ടേറ്റാൽ ഏൽക്കാതിരിക്കാൻ കാലുകൾ ഉയർത്തിപ്പിടിച്ച് കുതിരപ്പുറത്തിരിക്കുന്ന യജമാനനെ സംരക്ഷിക്കും. അതിന്റെ തല പോയിട്ട് യജമാനന് പരിക്കു പറ്റുള്ളൂ. അത്രയും നന്ദിയുണ്ടാകും. അത്രയും മുന്തിയ കുതിരകളെ അള്ളാഹു തആല നൽകി. എന്നിട്ട് അള്ളാഹു പറയാണ്, അതിനെ പരിചരിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടു. ഉടനെ തന്നെ അതിനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് 2-3 അഭിപ്രായങ്ങൾ കാണാം. റുദ്ദുഹ അലയ്യ ഫതഫിഖ മസ്ഹൻ ബിസ്സൂഖി വൽ അനാഖ്, അതിന്റെ കഴുത്തിലും തണ്ടൻ കാലിലുമൊക്കെ തടവിയെന്നും ആ കുതിരകളെ അതിനെ പാവങ്ങൾക്ക് ദാനമായി നൽകി അതിനെ ഉപേക്ഷിച്ചു എന്നും അള്ളാഹു പറയാണ് ഖുർആനിൽ. അത്രയും മുന്തിയ കുതിരകളെ അള്ളാഹുവിന് വേണ്ടിയാണ് ഒഴിവാക്കിയപ്പോൾ പിന്നെ അള്ളാഹ് പകരം കൊടുത്തത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന് വാഹനം, യാത്ര ചെയ്യാൻ കൊടുത്ത വാഹനം, ഫസഖർനാ ലഹു റീഹ തജ്രീ ബിഅംരിഹി റുഹാഅൻ ഹൈസു അസാബ്, ഉദ്ദേശിക്കുന്നിടത്തേക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ അള്ളാഹു കാറ്റിനെ വാഹനമാക്കി അള്ളാഹു കൊടുത്തു. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത വാഹനമാണ്. അള്ളാഹു പകരം കൊടുത്തതാ. അള്ളാഹ്ക്ക് വേണ്ടി ത്യജിച്ചപ്പോ അള്ളാഹു പകരം കൊടുത്തു. റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കിയവരാണ് ഹിജറ പോയ ആൾക്കാർ. ത്യജിച്ചവരാണ്. സ്വന്തം വീട് ഉപേക്ഷിച്ചു, മക്കളെ, കുടുംബത്തൊക്കെ ഉപേക്ഷിച്ചു പോയ മുഹാജിറുകൾ. അള്ളാഹ് പകരം കൊടുത്തില്ലേ? വീട്, നാട്, സ്വന്തം കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ഇണകളെല്ലാം റബ്ബിന് വേണ്ടിയാ ഒഴിവാക്കിയത്, റബ്ബിന് വേണ്ടിയാ വേണ്ടാന്ന് വെച്ചത്. അല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം, സ്വന്തം ശരീരത്തെ തന്നെ, ജീവൻ തന്നെ വേണ്ടാന്ന് വെച്ചു അള്ളാന്റെ മാർഗത്തിൽ. സമ്പത്ത് ഒഴിവാക്കി അള്ളാന്റെ മാർഗത്തിൽ. കഠിനാധ്വാനം ചെയ്തവർ പരിശ്രമിച്ചു, ഹിജറ പോയി, നാട് വിട്ടു. അഅ്ലമു ദറജത്തൻ ഇൻദല്ലാഹ്, അവർക്കുള്ളത് അള്ളാഹ് തിരിച്ചു കൊടുക്കണം. അള്ളാഹിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമാണ്. വഉലൈക ഹുമുൽ ഫായിസൂൻ, വിജയിച്ചവരവരാണ്, പരലോകം നഷ്ടപ്പെടാത്തവരവരാണ്. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻ, അള്ളാഹ് അവിടേക്ക് കൊടുത്ത സന്തോഷ വാർത്ത റബ്ബിന്റെ റഹ്മത്താണ്. വരിദ്വാനിൻ, അള്ളാഹിന്റെ തൃപ്തിയാണ്. വജന്നാത്തിൽ ലഹും ഫിഹാ നഈമും മുഖീം, നീങ്ങിപ്പോകാത്ത എന്നും നിലനിൽക്കുന്ന നഈം, അനുഗ്രഹം, സ്വർഗം. ഖാലിദിന ഫിഹാ അബദ, എന്നും സ്ഥിരമായിട്ടുള്ള സ്വർഗം. ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, അള്ളാഹിന്റെ അടുക്കൽ അള്ളാഹ് പകരം കൊടുക്കുന്നത് മഹത്തായ പ്രതിഫലമായിരിക്കും. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും ത്യജിച്ചു, അൻസാറുകളും ത്യജിച്ചു. അൻസാറുകൾക്ക് ഇഷ്ടപ്പെട്ട പലതും മുഹാജിറുകൾ കണ്ട് വന്നപ്പോൾ അവർക്ക് കൊടുക്കുക ചെയ്തത്. വീട് വിട്ടുകൊടുത്തു, ഇഷ്ടപ്പെട്ട വീട് വിട്ടുകൊടുത്തു, കുടുംബത്തെ കൊടുത്തു,
കച്ചവടത്തിൽ പങ്കാളികളാക്കി, ഇഷ്ടപ്പെട്ടതൊക്കെ അത് കൊടുത്തു അള്ളാന്റെ മാർഗത്തിൽ. ഒക്കെ ത്യജിച്ചപ്പോ അള്ള പറയാ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ള അവരണ്ട് ഇഷ്ടപ്പെട്ടു. അഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തൽ അൻഹാറു ഖാലിദിന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം. അതാണ് ജീവിതത്തിന്റെ വിജയം. ഇവിടെ നമ്മൾ പരാജയത്തിന്റെ ലക്ഷണമായി കണ്ടത് നമ്മൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടൊന്നും തിരിച്ചു കിട്ടിയില്ല. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്നും തിരിച്ചു കിട്ടിയില്ല. ഞാനൊരു പരാജയമാണ്, ഞാനെന്തൊരു മണ്ടനാണ്, ഞാനെന്തൊരു വിഡ്ഢിയാന്നാ പല ആൾക്കാരും പരാതി പറയാ. ഒക്കെ കൊടുത്തു എല്ലാം ഉപേക്ഷിച്ചു, എനിക്കൊന്നും കിട്ടിയില്ലാന്ന്. അള്ളാഹ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവൻ വിഡ്ഢി തന്നെയാണ്, മണ്ടൻ തന്നെയാണ്, പരാജയം തന്നെയാണ്. ഈ കൊടുത്തതെല്ലാം ത്യജിച്ചതെല്ലാം റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ അവൻ തന്നെയാണ് വിജയിച്ചവൻ. അള്ളാഹു തീർത്തു പറയുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കഥ പറയുന്നുണ്ട്. അള്ളാഹു പറയാണ്, ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. ഈ പെണ്ണ് വിളിക്കുന്ന ഈ പ്രവൃത്തിയേക്കാൾ ഞാൻ ജയിലിൽ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅക്കു മിനൽ ജാഹിലീൻ. പടച്ചോനെ, നീ ഇവളിൽ നിന്ന് എന്നെ തിരിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എവളിലേക്ക് ചാഞ്ഞു പോവുകയും ഞാൻ അവിവേകികളെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും റബ്ബേ. അതുകൊണ്ട് എന്നെ കാക്കണം റബ്ബേ. ഫസ്തജാബ ലഹു റബ്ബുഹു. റബ്ബ് മറുപടി കൊടുത്തു, ഉത്തരം കൊടുത്തു. ഫസറഫ അൻഹു കൈദഹുന്ന. അല്ലാഹു തആല ആ പെണ്ണിന്റെ തന്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇന്നഹു വസ്സമീഉൽ അലീം. അല്ലാഹു പ്രാർത്ഥന കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർളി യതബവ്വഉ മിൻഹാ ഹൈസു യശാ നുസീബു ബിറഹ്മതിഹാ റഹ്മതിനാ മൻ നശാ വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ. അല്ലാഹ് പകരം കൊടുത്തത് കൊട്ടാരമാണ് പകരം കൊടുത്തത്. അള്ളാന്റെ മാർഗത്തിൽ ഒരു കാര്യം ത്യജിച്ചപ്പോ അദ്ദേഹം ആഗ്രഹിച്ചത് ജയിലിൽ ഞാൻ കിടന്നാലും ഈ തിന്മ ഞാൻ ചെയ്യൂല. ആ ആഗ്രഹം ഉപേക്ഷിച്ചു, ആ സ്വപ്നം ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ഏതൊരു പുരുഷന്റെയും ഒരു പെണ്ണിനോടുള്ള ശാരീരികമായ ഒരു ചാഞ്ഞുപോക്കുണ്ട്, അത് അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. അള്ളാന്റെ മാർഗത്തിൽ അവൾ വിളിച്ചയിടത്തേക്ക് ചെല്ലുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ജയിലാണെന്ന് പറഞ്ഞു. ഇന്ന് പലപ്പോഴും പല യുവാക്കളും വീണ് കിടക്കുന്നത് ആ ജയിലിനകത്താ. യൂസുഫ് നബി പോയ ജയിലല്ല, മറിച്ച് ആ പെണ്ണ് വിളിച്ച തടവറക്കുള്ളിലാണ് പലരും ഇന്നുള്ളത്. കൈകളിലുള്ള മൊബൈലുകളും നടക്കുന്ന അവിഹിതങ്ങളും തകരുന്ന കുടുംബങ്ങളും എല്ലാം വർദ്ധിച്ചു വർദ്ധിച്ച് നമ്മുടെ നാട്ടിൽ വരികയാണ്, പെരുകി വരികയാണ്. അപ്പോ അതൊക്കെ കണ്ട് ഉപേക്ഷിച്ചു. ജയില് മതി ഇതിനേക്കാൾ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അല്ലാഹു തആല കൊടുത്തത് അധികാരമാണ്, കൊട്ടാരമാണ്, പദവിയാണ് അല്ലാഹു തആല പകരം കൊടുത്തത്. അള്ളാന്റെ മാർഗത്തിൽ കൂട്ടുകാരെ ത്യജിക്കേണ്ടി വരും, വരുമാനം ഒഴിവാക്കേണ്ടി വരും. പല ആളുകളും ശിർക്കും ബിദ്അത്തിന്റെയും ഒക്കെ പലിശയുടേതുമൊക്കെ പല ആൾക്കാരും വേണ്ടാന്ന് വെച്ചു. ആ കച്ചവടം ചെയ്ത കാലത്ത് നല്ല ലാഭമായിരുന്നു. ആ വെള്ളം ഒരു തോണി, അതിൽ നല്ല വരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ വരുമാനമൊക്കെ ശിർക്കും ബിദ്അത്തിലേക്കാണ് പോയത്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ തോണി കയറിയിട്ടില്ല. പിന്നെ കിട്ടിയ തോണി ഒരു ദാരിദ്ര്യത്തിന്റെ തോണിയായിപ്പോയി. പലരും പരാതി പറയാ. എന്തിനാണിത് ഉപേക്ഷിച്ചത്? അള്ളാന്റെ കൽപ്പനയുണ്ട്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂലഹു. അല്ലാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിക്കുന്ന ശിർക്കും ബിദ്അത്തും ചെയ്ത ആളുകൾ, ആ ആളുകളോട് രഞ്ജിപ്പോടെ അവരുടെ കൂടെ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയില്ല. അതാരാണെങ്കിൽ പോലും, വലൗ കാനു ആബാഅഹും, അത് സ്വന്തം വാപ്പാരാണെങ്കിൽ പോലും, ഔ അബിനാഅഹും, സ്വന്തം മക്കളാണെങ്കിൽ, ഔ ഇഖ്വാനഹും, സഹോദരങ്ങളാണെങ്കിൽ, ഔ അശീറത്തഹും, കുടുംബ ബന്ധുക്കളാണെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിന്റെ പരലോകം നഷ്ടപ്പെടുന്നത് തോന്നിയാൽ ആണ്ട് ഒഴിവാക്കും, ആ കൂട്ടുകെട്ട് ഒഴിവാക്കും, ആ ബന്ധം ഉപേക്ഷിക്കും, ആ വരുമാനം വേണ്ടാന്ന് വെക്കും. അപ്പൊ അള്ളാഹ് എന്താ പകരം കൊടുക്കാന്നറിയോ? പകരം കൊടുക്കുന്നത് അള്ളാഹ് അവരെ ഹൃദയത്തിൽ ഈമാനാണ്ട് എഴുതി വെക്കും. അള്ളാന്റെ ഖുർആനാ. അള്ളാഹ് അവരെ ഹൃദയത്തിൽ ഈമാൻ എഴുതി വെക്കും. അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രത്യേക ചൈതന്യം കൊണ്ട് അവർക്ക് ശക്തി പകരും.
വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദിന ഫീഹാ, സ്വർഗ്ഗത്തിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻ ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, ആ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാണ് വിജയിച്ചവർ. അല്ലാഹുവിന്റെ പാർട്ടി. അപ്പൊ ചില ബന്ധങ്ങളും ചില കൂട്ടുകെട്ട് കണ്ട് ഒഴിവാക്കേണ്ടി വരും, ചില വരുമാനം, ചില കച്ചവടം, ചില ആൾക്കാരെ കണ്ട് ഒഴിവാക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും. അതൊക്കെ ആർക്ക് വേണ്ടി? റബ്ബിന് വേണ്ടി. റബ്ബ് പകരം കൊടുക്കും. ഇനി ഇതൊക്കെ കണ്ട് വിട്ടിട്ട് നമ്മളെ ചില സ്വഭാവം പെരുമാറ്റമുണ്ടല്ലോ, അതുപോലും നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ത്യജിക്കുമ്പോൾ, അപ്പൊ ചില ആളുകൾക്ക് ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോ ദേഷ്യം വന്ന ആള് ദേഷ്യം ഒതുക്കി വെച്ചു. അല്ലാഹു റസൂൽ പറയാ, അമ്മൻ ഖല്ലമ ഖൈലൻ വഹുവ ഖാദിറുൻ അലാ അൻ യുഫിദഹു, ദേഷ്യം പ്രകടിപ്പിക്കാനും ആ പ്രകടിപ്പിച്ച ദേഷ്യത്തിന്റെ മേലെ ജയിക്കാനും ഒരാൾക്ക് ശക്തിയുണ്ട്. എന്നിട്ടും ഒരാൾ ദേഷ്യം പിടിപ്പിക്കുന്ന പണി ചെയ്തു, ദേഷ്യം പിടിച്ചാൽ മറ്റോ പരാജയപ്പെടും, അതിനുള്ള ശക്തിയും പവറുണ്ട്. എന്നിട്ടും ക്ഷമിച്ചു, ഒഴിവാക്കി. എന്തിനു വേണ്ടി? റബ്ബിന് വേണ്ടി. എങ്കിൽ ദഅഅഹുല്ലാഹു അലാ റൂസുൽ ഖലായികി ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐൻ. അല്ലാഹു പറയാണ്, അല്ലാഹു തആല സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ അവസ്ഥയിലേക്ക് അല്ലാഹു തആല അവനെ വിളിക്കും. എന്നിട്ട് സ്വർഗത്തിലെ ഹൂറുൽ ഐനുകളെ അവർക്ക് അല്ലാഹു തെരഞ്ഞെടുത്ത് കൊടുക്കും. വയുസവ്വിജുഹു മിൻഹാ മാ യശാ, അവർ ഉദ്ദേശിക്കുന്നവർ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറയാം, അല്ലാഹുക്ക് വേണ്ടി ത്യജിച്ചാൽ, അപ്പൊ ഇവിടെ ഞാനിപ്പോ ആണ്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ മറ്റവന്റെ അടിയിൽ ഞാനൊരു ശക്തിയില്ലാത്തവനാവോ, ഒരു മോശക്കാരനാവോ എന്നൊക്കെ വിചാരിക്കാതെ അള്ളാഹിന്റെ മാർഗത്തിൽ അങ്ങ് ക്ഷമിച്ചിങ്ങോട്ട് പോന്നാൽ, തിരിഞ്ഞിങ്ങോട്ട് പോന്നാൽ, ഇങ്ങോട്ട് വയലിട്ട് അസഭ്യം പറഞ്ഞ് ചീത്ത പറഞ്ഞ് പരിഹസിച്ച് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പറഞ്ഞതിനേക്കാൾ മനോഹരമായി സുന്ദരമായി അവനെ തകർത്തു പറയാൻ കഴിയും. പക്ഷേ പറയാൻ പാടില്ലല്ലോ എന്നോർത്ത് റബ്ബിനെ വിചാരിച്ച് തിരിച്ചു പോന്നാൽ അള്ളാഹു തആല കൊടുക്കുന്ന സ്ഥാനവും പതിവാണ് ഈ പറഞ്ഞത്. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ പോകാൻ ഉദ്ദേശിച്ചപ്പോ ഖുറൈശികൾ തടഞ്ഞിട്ട് പറഞ്ഞു, ഈ ഇങ്ങോട്ട് വന്ന പാത്തൈന സുലൂക്കൻ ഹക്കീറൻ ഫഖസറ മാലുക ഇൻദന, ഇങ്ങോട്ട് ഞങ്ങളെ കൂട്ടത്തേക്ക് വന്നത് ദരിദ്രനായിട്ടാ, 5 പൈസ ഇല്ലാതെ വന്നോനാ. ഞങ്ങളെ സൂക്കിലേക്ക്, ഞങ്ങളെ അങ്ങാടിയിലേക്ക്, ഞങ്ങളെ കൂട്ടത്തിലേക്ക് നീ വന്നപ്പോ, ഈ തെരുവിലേക്ക് നീ വന്നപ്പോ 5 ദിർഹം നിന്റെ കയ്യിൽ, ഒരു ദിർഹം പോലും നിന്റെ കയ്യിലില്ലായിരുന്നു. ഒന്നുമില്ലാതെ കയ്യും വീശി വന്നോനാ. പക്ഷെ ഇന്ന് നിനക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായത് ഞങ്ങളെ ഖുറൈശിയേക്ക് വിറ്റ് കച്ചവടം ഉണ്ടാക്കിയതാ. ഞങ്ങളെ പൈസ നിന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് മുഹമ്മദിന്റെ കൂടെ പോകണമെങ്കിൽ ഇതൊക്കെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. പോകാൻ പറ്റൂല, ഇവിടുന്ന് സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ഇവിടെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അറഅയ്തും ഇൻ ജഅൽതു ലക്കും മാലി അതുഹല്ലൂന സബീലി, നിങ്ങളെ മുതലൊക്കെ ഞാൻ നിങ്ങൾക്ക് കണ്ട് തന്നാൽ, ഇവിടുന്ന് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയോ അത് മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്നെ വിടുമെന്ന് വെച്ചു. ഖാലൂ നഅം, ആയിക്കോട്ടെ വിടുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ഖദ് ജഅൽതു ലക്കും മാലി, ഇതാ എന്റെ മുതൽ മുഴുവനും ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും നിങ്ങൾ പിടിച്ചോ. എല്ലാവർക്കും കൊടുത്തിട്ട് അദ്ദേഹം പോയി. ഈ വിഷയം റസൂലുള്ളാഹിന്റെ അടുക്കൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താ അറിയോ? ഖാല റബിഹ സുഹൈബ്, സുഹൈബ് വലിയ ലാഭമുള്ള കച്ചവടമാണ് ചെയ്തത്. സുഹൈബ് വിട്ടുകൊടുത്ത മുതല് അത് വല്ലാത്തൊരു ലാഭക്കച്ചവടമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ സംഭവം ആകാശ ലോകത്തെത്തി, അർശിലെത്തി, അവിടുന്ന് വഹി വരികയാണ്. ഈ സംഭവത്തിന്റെ വഹി വരികയാണ്. വമിനന്നാസി മൻ യശ്രി നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ലാഹി വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തെ ഒഴിവാക്കിയവരുണ്ട്. തനിക്ക് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ത്യജിച്ച ചില ആളുകൾ മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വഹിയെ പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിന് വേണ്ടി ത്യജിക്കാൻ നമുക്ക് കഴിയണം, റബ്ബിന് വേണ്ടി ജീവിക്കാനും നമുക്ക് കഴിയണം. എങ്കിൽ വലിയ നേട്ടങ്ങൾ നേടാൻ നമുക്ക് പറ്റും. എത്ര കാലം ആയുസ് ബാക്കിയുണ്ടോ അത്രയും കാലം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ ഞാൻ ഉപേക്ഷിച്ചതെല്ലാം, വിട്ടതെല്ലാം എനിക്ക് നാളെ 10 മടങ്ങായി കിട്ടാനുണ്ട്, വരാനുണ്ട്, എനിക്ക് ലാഭം കൊയ്യാനുണ്ട് എന്നൊരു പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ
وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, തഖ്വയോടുകൂടി ഈമാനോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ അതിനുള്ള പരിശ്രമം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, ഒരു തിന്മ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു, നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിച്ചു ചെയ്തില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ ഒരു നന്മ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ ചെയ്തില്ല, ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകും. ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ നമുക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകും. തിന്മകളെ ത്യജിക്കാൻ, ഉപേക്ഷിക്കാൻ വല്ലാതെ നമ്മൾ പല കാര്യങ്ങളോടും അടിമകളായി ജീവിക്കുന്നുണ്ട്, പലതിനോടും അടിമകളായി ജീവിക്കുന്നുണ്ട്. നമുക്കത് ഒഴിവാക്കാൻ, തിന്മയാണെന്നറിയാം, പാടില്ല എന്നറിയാം, എന്നാലും ഒഴിവാക്കാൻ കഴിയുന്നില്ല, ഉപേക്ഷിക്കാൻ, ത്യജിക്കാൻ കഴിയുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മളെ മുന്നിൽ. സഹോദരങ്ങളെ, ഒരല്പം ത്യാഗം നമ്മൾ ആ മാർഗത്തിൽ സഹിച്ചാൽ, ഒരു നന്മ ആ സമയത്ത്, ആ തിന്മയുടെ സമയത്ത് ആ കാര്യത്തിന് പകരം ഒരു നന്മ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, മനഃപൂർവ്വം ശ്രമിച്ചാൽ, നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ സാധിക്കും. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയ. പരലോകത്തെ പ്രതീക്ഷിക്കുക, മരണത്തെ മുന്നിൽ കാണുക. ഞാൻ എന്നും ഇന്ന് പുലരുമ്പോൾ ഇന്ന് ചെയ്ത ഈ തെറ്റ്, ആസ്വദിച്ച ഈ ആസ്വാദനം, ഒരു പക്ഷേ നാളെ ഞാൻ ഈ സമയത്ത് ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നില്ല. അതൊന്ന് ആലോചിച്ചാൽ മതി. വസഅ ലഹാ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയ്ഹും മഷ്കൂറ. അല്ലാഹു അവന്റെ പ്രയത്നം നന്ദിപൂർവ്വം സ്വീകരിക്കും. പരലോകത്തെ പ്രതീക്ഷിച്ച് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹിന്റെ സഹായമുണ്ടാകും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ ആശുപത്രിയിലും വീടുകളിലുമുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. നമ്മളെ പള്ളിയിൽ ജുമാക്ക് വരുന്ന നമ്മുടെ ഒരു സഹോദരൻ്റെ, അവരുടെ പെങ്ങളുടെ കുട്ടി, 5 വയസ്സുള്ള കുട്ടി, കിഡ്നി സംബന്ധമായ രോഗത്താൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിഞ്ചു പൈതലിന് ആശ്വാസവും സമാധാനവും ഷിഫായിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ പള്ളിയിൽ ജുമാക്ക് വരുന്ന പലരും രോഗികളാണ്, പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച ഒരു ഉംറ യാത്ര ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ പള്ളിയിലെ നമ്മളെ ബഹുമാനനായ ബഷീർ സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊക്കെ വരുന്നുണ്ട് കൂടെ. ഖുർആൻ പഠിതാക്കളായ ചില ആളുകളുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. യാത്ര എളുപ്പമാകാനും സന്തോഷത്തോട് പോയി സന്തോഷത്തോട് തിരിച്ചു വരാൻ വേണ്ടി മഖ്ബൂലും മബ്രൂറുമായ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളും ദുആ ചെയ്യും. അള്ളാഹു എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഫലസ്തീനിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാടിന് ശാന്തി പ്രദാനം ചെയ്യുമാറാവട്ടെ. ശത്രുക്കളായ കുതന്ത്രശാലികളായ ജൂതന്മാരിൽ നിന്ന് അള്ളാഹു മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിൻ്റെ സഹായവും ശ്രദ്ധയും ആ നാട്ടിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു മുഗഫ്ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ വറിഖാബ ആബാഇനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة. اللهم ثبت أقدامهم، اللهم اكشف الضر عن إخواننا في فلسطين، اللهم اشف جرحاهم، اللهم تقبل شهداءهم، اللهم إنهم جوعى فأطعمهم، اللهم إنهم مظلومون فانصرهم يا حي يا قيوم يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.